അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഗുണിക്കാൻ അറിയില്ലേ? ഗുണിക്കാൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നമ്പറുകളൊന്നും ഗുണിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏഴിന്റെ ഗുണിതങ്ങൾ അറിയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ലോട്ടറി കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്കതൊരു ഒരു നമ്പറുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ മൊത്തത്തിൽ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനഃപ്പാടമാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഴിൻ്റെതായിട്ടുള്ള ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകളുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ നമ്പർ ഏഴാണ്. അതായത് 07 തുടങ്ങുന്ന നമ്പറുകൾ. നമുക്ക് നാലക്കാണ് നമ്മൾ പറയുന്നത്. അതായത് നാലക്കത്തിലെ പ്രൈസുകൾ പിടിക്കുന്ന 1000, 100, 500, 5000 ഒക്കെ പിടിക്കുന്ന നാലക്ക നമ്പറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നാലക്ക നമ്പറുകൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു മനക്കണക്ക് കുറച്ച് നമ്പറുകൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഒരെണ്ണമായിട്ട് എന്തെങ്കിലും വരില്ല. അപ്പൊ ഒരു 07, ഓക്കെ, 07, 14, പിന്നെ 21, 28, 35, 42, 49, പിന്നെ 49 കഴിഞ്ഞാൽ 56, പിന്നെ 63, 70, 77, 84, 91, 98. ഇത്രയും നമ്പറുകൾ മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്താ കാരണം വെച്ചാൽ ഇത് മുഴുവൻ ഏഴിന്റെ ഗുണിതങ്ങളായിരിക്കും. മനസ്സിലായോ? ഒരു 7, 7, 14 എന്ന് പറയുന്നത് 2, 7, 14, പിന്നെ 21, 3, 7, 21, അങ്ങനെ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ടക്ക നമ്പറുകളാണ് ഇത്. ഈ നമ്പറുകൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ലോട്ടറി കാണാമെന്ന് വിചാരിച്ചോ. ഒരു ഉദാഹരണം നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് നമ്മൾ അടിച്ച നമ്പറിൽ പറയാൻ കാരണം അത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഓ ശരിയാണ്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അടിച്ച നമ്പറിൽ തന്നെ പിന്നെയും പിന്നെ നമ്മൾ പറയുന്നത്. അടിക്കാത്ത നമ്പർ നമ്മൾ പറഞ്ഞുതരാം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് അടിക്കാത്ത നമ്പർ കണ്ടുപിടിക്കാനും പറ്റില്ല. കാരണം ഒരു ലോട്ടറി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നലെ തന്നെ ഞാനെടുത്ത ടിക്കറ്റ് എത്രയാ, 14:40 ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ അതാണ് നോക്കിയത്. 14 ഗുണിതാണ്. പിന്നെ 40 ബ്ലോക്കിൽ 42 അല്ലെങ്കിൽ 49, അതായത് ഏഴിന്റെ ഗുണിതമായിട്ടുള്ള നമ്പർ. അപ്പൊ 14:42 അല്ലെങ്കിൽ 14:49 നമുക്ക് എടുക്കാം. പക്ഷെ അവിടെ ആകെയുള്ള നമ്പർ 14:42 മാത്രമായിരുന്നു. 9 ഇല്ല, അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോയി കിട്ടിയില്ല. അപ്പൊ ഇന്നലെ അടിച്ച നമ്പറും 1000 14:49. അത് 2 ദിവസം മുന്നേയും 14:49 വന്നത്. അപ്പൊ നമുക്ക് ആ 14:42 കണ്ടെടുക്കാം. ഇനി 14 തന്നെ അതാവണമെന്നില്ല. നമുക്കിപ്പോ 0742. കാരണം ഈ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ട് നമ്പറും ഏഴിന്റെ ഗുണിതാണോ എന്ന് നോക്കുക. ഇന്നലെ അടിച്ചിട്ടുള്ള 5000 അടിച്ചിട്ട് 2856. 28 ഏഴിന്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പറാണ്. 56, 50 56 എന്ന ഏഴിന്റെ ഗുണിതം. അപ്പൊ 2856. അപ്പൊ ആ നമ്പർ നമുക്ക് എങ്ങനെ എന്തായാലും എടുക്കാം. കറക്റ്റ് ഡയറക്റ്റ് അങ്ങനെ വരുന്നില്ല. ഇപ്പൊ 1256 5000 അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ നമ്മൾ നോക്കുമ്പോൾ 12 ഏഴിന്റെ ഗുണിതമല്ല എന്ന് വിചാരിച്ച് വിടരുത്. കാരണം അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം 21 ഏഴിന്റെ ഗുണിതാണ്, ഇപ്പുറത്ത് എടുക്കുന്ന 56 ഏഴിന്റെ ഗുണിതാണ്. അപ്പൊ നമുക്ക് 21 56 അല്ലെങ്കിൽ 12 56 അങ്ങനെ. 35 21 ഇന്നലെ അടിച്ചൊരു നമ്പർ തന്നെയാണ്. അപ്പൊ 35 21 എന്ന് പറയുമ്പോൾ 35 ഏഴിന്റെ ഗുണിതാണ്. നെക്സ്റ്റ് 20 ബ്ലോക്കിൽ 20 നമ്പർ നോക്കുമ്പോൾ അവിടെ 35 21 35 28 നമുക്ക് എടുക്കാം. രണ്ട് ചാൻസ് അവിടെ കിട്ടും ചില നമ്പറുകൾ. ഇപ്പൊ 40 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 42 49. 90 വരികയാണെങ്കിൽ പറഞ്ഞ പോലെ 49 91. കണ്ടായിരുന്നില്ലേ നിങ്ങൾ? 49 91 അല്ലെങ്കിൽ 98. എന്നാൽ 49 ഏഴിന്റെ ഗുണിതാണ്. പിന്നെ 91 98 പിന്നെ അവിടെ ഏഴിന്റെ ഗുണിതം. അപ്പൊ അങ്ങനെ 49 91 അല്ലെങ്കിൽ 98 എടുക്കാം. അതുപോലെ 14 98 അല്ലെങ്കിൽ 91. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ രണ്ടക്ക നമ്പറുകൾ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. നമുക്ക് നേരെ ആ കാണുന്ന ടിക്കറ്റുകളിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പൊ ഏത് നമ്പർ കണ്ടാലും ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വരാനില്ല. ഇപ്പൊ 86 30 ഒരു നമ്പർ കാണാമെന്ന് വിചാരിക്കുക. 86 30 നോക്കുമ്പോൾ 86 ഏഴിന്റെ ഗുണിതമല്ല. അപ്പൊ നമ്മള് അപ്പൊ പിന്നെ 35 എടുത്തിട്ട് കാര്യം 86 35 എടുക്കണ്ട എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചാല് 86 ഏഴിന്റെ ഗുണിതം അല്ലെങ്കിൽ വേണ്ട, അപ്പുറത്ത് കാണുന്ന 86 30 എന്ന് പറയുമ്പോൾ 63 ഏഴിന്റെ ഗുണിതാണ്. അപ്പൊ പിന്നെ 8ന്റെ ജോഡി ഏതാ ഇപ്പുറത്ത് വരുന്നത്? ലാസ്റ്റ് 4 ഇട്ടാൽ മതി. അപ്പൊ 86 34. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ 63 84 ആയിട്ട് നമുക്ക് എടുക്കാം. 84 63 ആയിട്ട് എടുക്കാം. ഇതിങ്ങനെ തിരിച്ചാൽ മറിച്ചാൽ നമുക്ക് ആ ഒരു നമ്പർ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ട് നമ്പറുകൾ നോക്കി വെച്ചാല് നമുക്ക് ആ നമ്പറുകൾ എങ്ങനെ കണ്ടാലും നമുക്ക് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റും. അല്ലാതെ ആ നമ്പർ തന്നെ തെരഞ്ഞ് കണ്ടുപിടിച്ചെടുക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ നമ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അത് ഇനിയിപ്പോ ഞാനിത് ഇങ്ങനെ എഴുതി കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഈ സൈഡിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം, ഇപ്പോ 07 തുടങ്ങുന്ന ഒരു ടിക്കറ്റ് ആണെങ്കിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ കേട്ടോ. 07 തുടങ്ങുന്ന ഒരു നാലക്ക നമ്പർ ആണെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പർ ഉണ്ടാവില്ല, അത് 0707 തൊട്ട് നമുക്ക് പിടിക്കാന്നാണ് പറയുന്നത്. കാണുമ്പോട്ടാ എന്നെഴുതി അത് ഡെയിലി എടുക്കാനല്ല. കാണുമ്പോ 07 തുടങ്ങുന്ന ടിക്കറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടെ 07 0 07 07 എടുക്കാം. അത് രണ്ടും ഏഴിന്റെ ഗുണിതം തന്നെ ഏഴിനാണ്. 10 തുടങ്ങുന്നെങ്കിൽ 07 10 ആണെങ്കിൽ 07 10
4 എടുക്കാം. കാരണം 14 അവിടെ ഏഴിന്റെ ഗുണിതം. അത് 20ലേക്ക് കിടക്കണമെങ്കിൽ 0,7 28 അത് മടിച്ചു പോയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം. ആ നമ്പർ 28 0,7 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് ഈ സംഭവം. അത് 0,7 30 0,7 കാരണം 0,7 പിന്നെ 35 അവിടെ ഏഴിന്റെ ഗുണിതം. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നത് മറ്റുള്ള എല്ലാ നമ്പറിലും ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാനാണ്. ഓക്കെ. അപ്പൊ 0,7 40 കാണുന്നതെങ്കിൽ 0,7 42 49, 0,7 കാണുന്നതെങ്കിൽ 0,7 0,7 0,7 0,7 പിന്നെ അവിടെ അറിയാലോ 0,7 77, 0,7 കാണുന്നതെങ്കിൽ 0,7 0,7 കാണുന്നതെങ്കിൽ 0,7 0,7 പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു. 90 കഴിഞ്ഞാൽ പിന്നെ 0,7 പിന്നെ ഇല്ലല്ലോ. നമ്മള് 0,7 തൊട്ട് 90 വരെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകൾ ജോഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ സംഭവം തന്നെ 14 0,7 കഴിഞ്ഞ് നെക്സ്റ്റ് 14 ഇതേ സംഭവം തന്നെ. 0,7 ഈ സൈഡിൽ രണ്ടൊക്കെ നമ്പർ ഏതൊക്കെ വന്നിട്ടുണ്ടോ ആ നമ്പറൊക്കെ തന്നെയാണ് 14 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 14 0,7 തൊട്ട് 14 14 14 21 14 28 14 35 14 42 49 അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി അതൊക്കെ പോട്ടെ. നമുക്ക് വേറെ ഇപ്പൊ 3 നമ്പർ, ഇപ്പൊ മൊത്തം നമ്മൾ 4 നമ്പർ കണ്ടിട്ട് അങ്ങനെ രണ്ട് ഡിവിഷൻ നമ്പർ അല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഞാൻ 7ന്റേതായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഞാൻ 3 അക്ക നമ്പറുകൾ കാണിച്ചു തന്നിട്ടില്ലേ? ആ 3 അക്ക നമ്പറുകൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ 1960 ബ്ലോക്ക്. അപ്പൊ 1960 ബ്ലോക്ക് കാണുമ്പോ ഇപ്പൊ 19 എന്തായാലും 7ന്റെ ഗുണിതല്ല. 19 അല്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്താ ചെയ്യാം? 91 7ന്റെ ഗുണിതാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് 63 19 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 3 അക്കം നിങ്ങൾക്ക് 7ന്റെ ഗുണിതാണോ നോക്കിയാൽ മതി. 196 7ന്റെ ഗുണിതാണോ ആണെങ്കിൽ ലാസ്റ്റ് 60 6 അപ്പൊ 6 എന്തായാലും ഏതാണ്? 63 അവിടെ 7ന്റെ ഗുണിതായിട്ട് വരുന്നത്. അപ്പൊ 3 അക്ക നമ്പർ നമ്മളിപ്പോ 11 20ന്റെ ഒരു ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 11 20ന്റെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ എന്ത് ചെയ്യാം? 112 7ന്റെ ഗുണിതാണോ നോക്കുക. ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 20 അല്ലേ. അപ്പൊ നമുക്ക് അവിടെ 21 അല്ലെങ്കിൽ 28 എടുക്കാം. കാരണം 21 28 7ന്റെ ഗുണിതങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കേരള ലോട്ടറിയിൽ പ്രൈസ് മേടിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓടി ചെന്നിട്ട് കാണുന്ന ടിക്കറ്റുകൾ മുഴുവൻ 7ന്റെ ഗുണിതാണോ നോക്കി ഓടിപ്പോയി എടുക്കരുത്. ഇതിനൊക്കെ ഒരു എന്താ പറയാ, ടിക്കറ്റുകൾ കണ്ടാൽ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, നമ്മളിപ്പോ ഇന്നലെ 14:42 എടുത്തത് കണ്ടത് കാരണമാണ്. കണ്ടത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ കാരണം അച്ചടിച്ചിറക്കിയാലേ നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. നമ്മൾ ഈ അച്ചടിക്കാത്ത അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കുറെ നമ്പർ ഉണ്ട് വെച്ചിട്ട് ഓൺലൈനിൽ എടുക്കാൻ ചിലപ്പോൾ അച്ചടിക്കാത്ത നമ്പർ ആണെങ്കിലോ പറയാറുണ്ട്, ഇത്ര നമ്പർ തൊട്ട് ഇത്ര നമ്പർ വരെ അച്ചടിക്കാത്തവ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് എവിടെ നിന്ന് തൊട്ടിട്ട് അച്ചടിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതൊക്കെ ചിലപ്പോൾ മിസ്സിംഗ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനെ കുറെ ചതി പറ്റുന്നുണ്ട്. കാരണം അച്ചടിക്കാത്ത നമ്പറുകൾ പോയി എടുത്താൽ ഒരു പ്രൈസും വരില്ലല്ലോ. അപ്പൊ പറയാൻ പറ്റില്ല എല്ലാ നമ്പറും ഈ ഒന്ന് തൊട്ടിട്ട് ഇത്ര ലക്ഷക്കണക്കിന് ടിക്കറ്റ് അവർ അച്ചടിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ഏട്ടയിന്നാണെങ്കിലും അച്ചടിക്കാത്തത് കിട്ടുന്നത് കുറച്ച് നമ്പറുകൾ. പിന്നെ കൂടുതൽ ചില സ്ഥലങ്ങളിൽ നിന്ന് മുന്നോട്ട് അച്ചടിക്കുക, ചില സ്ഥലങ്ങളിൽ ബാക്കോട്ട് അച്ചടിക്കാതിരിക്കുക, അതൊന്നും പറയാൻ പറ്റില്ല. സംഗതി 1,08,00,000 ടിക്കറ്റ് അച്ചടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ 1,08,00,000 ടിക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു 7ന്റെ ഗുണിതങ്ങൾ മാത്രം അന്വേഷിച്ച് നടന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കാം. എടുത്ത് നമുക്ക് പ്രൈസ് മേടിക്കാൻ ശ്രമിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോ 7ന്റെ ഗുണിതങ്ങൾ പഠിച്ചു വെച്ചോ. സിമ്പിൾ ആണ്. 7ന്റെ ഗുണിതങ്ങൾ മനപ്പാടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ബുക്കും പേനയും പേപ്പറും അതിലും ഒന്നും വേണ്ട. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് 7ന്റെ ഗുണിതത്തിൽപ്പെട്ട കണ്ടീഷൻ നമ്പർ അല്ലെങ്കിൽ ഈ 2 നമ്പർ തന്നെ ഇപ്പൊ 12 56 അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന് നമുക്ക് എങ്ങനെ കണ്ടാലും എടുക്കാം. കാരണം അത് 7ന്റെ ഗുണിതത്തിൽപ്പെട്ട 2 നമ്പർ തമ്മിലുണ്ട്, 21 56 അങ്ങനെയായിട്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 28 56 അതും ഇന്നലെ നിങ്ങൾ വിചാരിച്ചിൽ കണ്ടാണ്. അങ്ങനെ നിങ്ങൾ 7ന്റെ ഗുണിതത്തിൽ ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കി നോക്ക്. ഇഷ്ടംപോലെ നമ്പറുകൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ ഇതിനിപ്പോ ഞാനിപ്പോ റിസൾട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുത്തും പിടിച്ചും കുത്തിയും ഒന്നും കാണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞപ്പോ തന്നെ കാര്യം പിടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.